സ്ഥിരമായിട്ട് നമ്മുടെ വളരെ അടുത്തുള്ള ഫോളോവേഴ്സ്, വളരെ പ്രിയങ്കരായ ഫോളോവേഴ്സ് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നത് ലോങ്വിറ്റി കൂടിയ 24 hours, 48 hours, 4 days, 40 days ലോങ്വിറ്റി കൂടിയ പെർഫ്യൂംസ് വേണം എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ റെക്കമെൻഡേഷൻ ഒരിക്കലും എനിക്ക് തരാൻ പറ്റില്ല. കാരണം ലോങ്വിറ്റിയും പെർഫോമൻസും ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആൻഡ് വെതർ കണ്ടീഷൻസ് ആൻഡ് പേഴ്സൺസ് ബോഡി ഓർഡർ, ഫിസിയോളജി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൗ ദേ യൂസ് ദ പെർഫ്യൂം, അതെല്ലാം അതിൻ്റെ മെയിൻ പാർട്ട്. ഇതെനിക്ക് സംസാരിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ പെർഫ്യൂം ചൂസ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ജിംഷ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പെർട്ട്. നമ്മൾ പലപ്പോഴും പല പെർഫ്യൂംസും ചൂസ് ചെയ്യുക നമ്മുടെ ഒക്കേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മളൊരു ഡെയിലി വെയർ ആണ് ചൂസ് ചെയ്യുന്നത്, നമ്മളൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ആൾക്കാർ ഇഷ്ടപ്പെടുക ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ഫ്രഷ് ഫ്രാഗ്രൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് നിഷാനെ ഹാസിവാത്ത്. നിഷാനെ ഹാസിവാത്ത് എന്താ പറയുക, ഫ്രഷ് ആയിട്ട് എന്താ പറയുക, നമ്മൾ കൂടുതലായിട്ടൊരു സിട്രസി ബർഗമുഡ് വൈബിൽ നിർത്തുന്നൊരു പെർഫ്യൂമാണ്. അതുപോലത്തെ ഒരു പെർഫ്യൂം അഥവാ ക്ലബ് ഡി നോയി ഇൻഡൻസ് മാൻ അല്ലെങ്കിൽ ക്ലബ് ഡി നോയി ബ്ലിങ് പോലുള്ള, ബ്ലൂഡി ഷാനൽ പോലുള്ള ഫ്രഷ് ഫ്രാഗ്രൻസ്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ പോലുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡേ എലോങ് ആയിട്ട് ഫ്രഷ്നെസ്സിൽ നിലനിർത്താൻ ശ്രമിക്കുക. പക്ഷേ പ്രശ്നം മനസ്സിലാക്കാനുള്ളത്, ഫ്രഷ് ഫ്രാഗ്രൻസ് ഹാസ് എ ലിമിറ്റേഷൻ. അവരുടെ പെർഫോമൻസിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഫ്രഷ് ഫ്രാഗ്രൻസിൽ ഉപയോഗിക്കുന്ന മോളിക്യൂൾസ് എപ്പോഴും എന്താ പറയുക, ഇവാപറേറ്റ് ചെയ്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫ്രാഗ്രൻസിൻ്റെ മോളിക്യൂൾസാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, അതേസമയം നമ്മളൊരു ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് ആണ്, നമ്മളൊരാളെ ഇംപ്രസ് ചെയ്യാൻ പോകുന്ന ഫ്രാഗ്രൻസ് ആണെങ്കിൽ, ഇത് സ്വിസ് അറേബ്യൻ്റെ ഇൻസെൻസ് 01 ആണ്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വളരെ സൗകുമാര്യം നമ്മളിൽ കാണിക്കാൻ ശ്രമിക്കും അല്ലേ, നമ്മൾ മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. മറ്റത് ഡേ അലോങ് നമുക്ക് ഫ്രഷ്നെസ് ആണ് വേണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ശ്രമത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക ഇൻസെൻസി അല്ലെങ്കിൽ ഫ്ലോറൽ, ആ കൈൻഡ് ഓഫ് ഒരു സെൻറ്റ് പ്രൊഫൈലായിരിക്കും. അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഓഫീസ് വെയർ ആണെങ്കിലോ ഡേറ്റ് ആണെങ്കിലോ രണ്ടിനും രണ്ട് രീതിയിലുള്ള പെർഫ്യൂംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ മനസ്സിലാക്കാനുള്ളത്, നമ്മളിനി ഒരു ഉഡി ഫ്രാഗ്രൻസ് ആണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സാഫ്രോൺ എന്താ പറയുക, സ്വീറ്റ്നെസ് ഓവർലോഡ് ചെയ്ത മെറ്റാലിക് സാഫ്രോൺ കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണെങ്കിൽ, ഇത് എസ്കാലോൻ്റെ അലിഫാണ്. ഈ അലിഫ് തരുന്ന പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഏറ്റവും മിനിമം 8 to 10 hours ലോങ്വിറ്റിയും മിനിമം ഓഫ് 3 hours പ്രൊജക്ഷനും തരുന്നുണ്ട്, അലിഫ് തരുന്നുണ്ട്. എന്നാൽ അലിഫിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ പയ്യെ ഡ്രൈ ഡൗണിൽ മാറും. ഇതുപോലെ തന്നെയാണ് എല്ലാ പെർഫ്യൂംസും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അതിൻ്റെ ലോങ്വിറ്റിയും അതിൻ്റെ എൻഡിങ്ങും. ഡ്രൈ ഡൗണിലും മണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും നമ്മൾ വീണ്ടും കാണും. താങ്ക് യു സോ മച്ച്.